ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ആ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിന് പകരം ആ അപകടത്തിൽപ്പെട്ടവരെ മനഃപൂർവ്വം കൊലപ്പെടുത്താൻ തരത്തിലുള്ള രീതിയിലാണ് ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതൊരാൾക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തിനാണ് പാവപ്പെട്ട ആ സ്ത്രീ എന്റെ മോളെ അകത്താക്കാൻ വേണ്ടി ആ സ്ത്രീയുടെ ദേഹത്തോട് കയറ്റി ഇറക്കിയത്? ഈ പയ്യെ എനിക്കത് മാത്രമേ അറിയാനുള്ളൂ. പഠിക്കാൻ മിടിക്കുകയും നല്ല ഡാൻസുകാരിയും നല്ല കുട്ടിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള ആളായിരുന്നു. അതാണ് കൊടുക്കുകയാണ് ചെയ്തത്. അത് കൊടുക്കുകയാണ് ചെയ്ത. ഈ ഹോസ്പിറ്റലിൽ ചോദിച്ചാൽ നേഴ്സുമാരോടൊക്കെ വളരെ വളരെ സ്നേഹമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നേഴ്സുമാരോടൊക്കെ വളരെ വളരെ സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരു രോഗി ക്രിട്ടിക്കലായിട്ട് കൊണ്ടുവന്നാൽ ഇവൾ അടുത്ത ഹോസ്പിറ്റലിൽ പോയി ആംബുലൻസിൽ ഇവള് കൂടെ പോയി കൊണ്ടുവന്ന് നല്ല വേറെ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഒരിക്കലും ഈ ആക്സിഡന്റ് നടക്കുമ്പോൾ ഈ കുട്ടി ഒരിക്കലും വണ്ടി പോട്ടെന്ന് പറയില്ല. അവൾ നിർത്താൻ പറഞ്ഞതായിരിക്കും. കാരണം അവൾ ഏത് രോഗിയെയും വളരെ കെയറായിട്ട് നോക്കുന്ന ഒരു കുട്ടിയാണ്. ഒരിക്കലും ആ കുട്ടി പറയില്ല. ഡോക്ടർ ശ്രീവിദ്യയുടെ അമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. മകളുടെ കുറ്റങ്ങളെ ന്യായീകരിക്കുന്ന തരത്തിലാണ് ആ അമ്മയുടെ വാക്ക്. കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ ഈ അമ്മയ്ക്ക് ആ മകൾ തെറ്റുകാരിയല്ലായിരിക്കാം. പക്ഷെ സമൂഹ മനസാക്ഷിയെ ഒന്നടക്കം വളരെയധികം ഞെട്ടിച്ച ഒരു സംഭവമാണ് ആ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചത്. ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ആ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിന് പകരം ആ അപകടത്തിൽപ്പെട്ടവരെ മനഃപൂർവ്വം കൊലപ്പെടുത്താൻ തരത്തിലുള്ള രീതിയിലാണ് ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതൊരാൾക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ആ അമ്മ പറയുന്നുണ്ടല്ലോ, എന്റെ മകള് മദ്യപാനിയല്ല, എന്റെ മകളെ ചതിയിൽപ്പെടുത്തിയതാ എന്നുള്ള കാര്യം. ഒരു ഡോക്ടറാണ്, MBBS ഒക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറെ ആ അമ്മ പറഞ്ഞതുപോലെ കെണിയിൽ അകപ്പെടുത്തണമെങ്കിൽ ആ ഡോക്ടർക്ക് ബുദ്ധിക്ക് എന്തോ തകരാറുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ അതിന്റെ ചൂടൊക്കെ കുറഞ്ഞു വന്നു. ഈ അപകടം സംഭവിച്ചതിന് ശേഷം ഇപ്പൊ 4 ദിവസമായി. അപ്പൊ അതിനെക്കുറിച്ചിട്ട് വലിയൊരു ഇതൊന്നുമില്ല. ഡോക്ടറുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. വീണ്ടും ഇപ്പൊ റിമാൻഡിൽ തന്നെയാണുള്ളത്. മനുഷ്യ മനസാക്ഷിയെ ഒന്നടക്കം വേദനിപ്പിച്ച ഇത്തരം രീതിയിലുള്ള പൈശാചികമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്ത തീർച്ചയായിട്ടും നിയമം കർശനമായിട്ടുള്ള മാതൃകപരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോകണം. ഇവിടെ ഡോക്ടറുടെ ഭാഗത്തിന് തീർത്തും സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങളെല്ലാം കരുതിക്കൂട്ടി ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് അതിന്റെ CCTV ദൃശ്യം നമുക്ക് കണ്ടുനോക്ക്. ഈ CCTV ദൃശ്യം കാണുമ്പോൾ ഏതൊരു വ്യക്തികൾക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. അതായത് ആ സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ആ യാത്രക്കാരിയായ അവര് ആ കാറിന്റെ ടയറിന്റെ അടുത്ത് ചെറിയ രീതിയിലുള്ള ഒരു പെരുക്ക് മാത്രമേ അവിടെ ഏറ്റിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നാട്ടുകാർ ഓടിക്കൂടിയിട്ട് ആ കാറ് പിറകോട്ടേക്ക് എടുക്കാൻ പറഞ്ഞപ്പോൾ ആ കാറ് പിറകോട്ടെടുത്ത് വീണ്ടും മുന്നോട്ടെടുത്തു. പിന്നീടാണ് ഓടിച്ചു പോകുന്നത്. ഈ ക്രൂരതൊക്കെ ഒരു മനസ്സാക്ഷിയുള്ളവനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഇപ്പൊ ഡ്രൈവർ പറയുന്നത്, അതായത് ഡോക്ടറുടെ കാമുകൻ പറയുന്നത്, ഡോക്ടർ വണ്ടി എടുത്തോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വണ്ടി എടുത്തു പോയിരുന്ന. ഡോക്ടർ ശ്രീവിദ്യ പോലീസിന് കൊടുത്ത മൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാട്ടുകാരുടെ തല്ലുകൊള്ളുമെന്ന ഭയത്തിലാണ് നമ്മൾ അവിടുന്ന് എടുത്തു പോയിരുന്നത്. ഇതൊക്കെ കരുതിക്കൂട്ടി ചെയ്തതാണ്. അതായത് മദ്യത്തിന്റെ ലഹരിയിൽ ശരിക്കും അവരൊക്കെ മദ്യം മാത്രമല്ല, മദ്യപിച്ചവർക്ക് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. മദ്യത്തിന് പുറമെ മറ്റുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. അതാണ് ഇത്ര ക്രൂരമായും പൈശാചികമായിട്ടും ആ പാവം യുവതിയെ കൊലപ്പെടുത്താൻ സാധിച്ചത്. അതുകൊണ്ട് ഈ മകളെ എത്രമാത്രം ന്യായീകരിച്ചാലും അമ്മേ, നിങ്ങളുടെ മകൾ സമൂഹത്തിൽ വലിയൊരു കുറ്റം ചെയ്ത വ്യക്തി തന്നെയാണ്. അത് നിങ്ങൾ എത്ര വെള്ളപൂശിക്കഴിഞ്ഞാലും അത് ഒരിക്കലും തന്നെ ഒരു മനസ്സാക്ഷിയുള്ളവർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനും ഒക്കെ പ്രാപ്തരായ ഒരു ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത സമീപനം ഉണ്ടാകണമെങ്കിൽ ആ ഡോക്ടർ ഏതായാലും അമ്മ പറയുന്ന തരത്തിലുള്ള ഒരു നല്ലവളല്ല എന്ന കാര്യം എല്ലാവർക്കും ബോധ്യമായ ഒരു കാര്യമാണ്.